എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന ഓഗസ്റ്റ് 18 ബെർലിനിൽ കൊമ്പൻസ് എഫ് സി നടത്തുന്ന 2024 അരുൺ സണ്ണി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് ഡ്രോയിലേക്ക് സ്വാഗതം. ആദ്യമായി ഞാൻ എൻ്റെ കൂടെയുള്ളവരെ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് സഞ്ജയ്, കൊമ്പൻസ് എഫ് സി ജർമ്മനി ക്യാപ്റ്റൻ. എൻ്റെ പേര് ജെയ്സ്, കൊമ്പൻസ് എഫ് സി പ്രീമിയം ക്യാപ്റ്റൻ. എൻ്റെ പേര് സെബാസ്റ്റ്യൻ, ഞാൻ കൊമ്പൻസ് എഫ് സി ബെർലിൻ ക്യാപ്റ്റൻ. ഇത് കെഫിന്റെ അഫിലിയേഷനോട് കൂടി നമ്മൾ നടത്തുന്ന മൂന്നാമത്തെ ടൂർണമെന്റാണ്. ഈ ടൂർണമെന്റിന്റെ ടൈറ്റിൽ സ്പോൺസർ എല്ലാ വർഷത്തെയും പോലെ സീക്ക് കൺസൾട്ടൻസിയാണ്. ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് ബെർലിനിലെ യമ്മി കിച്ചൺ ആണ്. സെക്കൻഡ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് ഓൺലൈൻ ഗ്രോസറി സ്റ്റോറായ മാതാ സ്റ്റോഴ്സ് ആണ്. ആൻഡ് അസോസിയേറ്റ് സ്പോൺസർ KCAB ആണ്. ആദ്യം കുറച്ച് വെൽക്കം മെസ്സേജസ് ഉണ്ട് നമുക്ക്. അതിനുശേഷം നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജ് ഡ്രോയിലേക്ക് കടക്കുന്നതാണ്. ഹായ് എവരിവൺ. ഈ വരുന്ന ഓഗസ്റ്റ് 18 കൊമ്പൻസ് എഫ് സി ജർമ്മനിയും സി കൺസൾട്ടൻസും കൂടി ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന കേരള യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ കീഴിൽ നടത്തുന്ന അരുൺ സണ്ണി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അതിൽ ഉപരിയായി ഈ ടൂർണമെന്റിലും ഞങ്ങളുടെ കൊമ്പൻസ് എഫ് സി ജർമ്മനി തുടങ്ങിയ കാലം മുതൽ നമ്മുടെ കൂടെ ഉടനീളം നമ്മുടെ ടൈറ്റിൽ സ്പോൺസറായി നമ്മുടെ കൂടെ തന്നെ നിന്ന സി കൺസൾട്ടൻസിന് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ ഈ ടൂർണമെന്റിൽ ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്ന യമ്മി കിച്ചൺ ആൻഡ് ഏഷ്യാമൈറ്റിന് നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ ഇത്തവണ പുതിയതായി നമുക്ക് സ്പോൺസർ ചെയ്ത നമ്മുടെ സെക്കൻഡ് പ്രൈസ് സ്പോൺസർ ചെയ്ത മാതാ സ്റ്റോഴ്സിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ എല്ലാവിധ സ്പോൺസേഴ്സിനും ഒരിക്കൽ കൂടി ഞാൻ എന്റെ പേരിലും ഈ കൊമ്പൻസ് എഫ് സിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയുള്ള വർഷങ്ങളിലും നിങ്ങളുടെ തുടർന്നുള്ള സഹകരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഈ ടൂർണമെന്റിന് വിജയാശംസകൾ നേരുന്നു. അപ്പോൾ ജയ് കൊമ്പൻസ് എഫ് സി. അപ്പോൾ വിജയിച്ചു വാ മക്കളെ. ബൈ. നമസ്കാരം. കേരള യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ, അതെ, നമ്മൾ യൂറോപ്പിലെ മലയാളികൾക്ക് വേണ്ടി ഫുട്ബോൾ വളർത്തുന്നതിന്റെ ഭാഗമായി നമ്മൾ രൂപീകരിച്ച കൂട്ടായ്മയാണ് കേരള യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എന്ന് പറയുന്നത്. 2021 കേരള യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ രൂപീകരിക്കപ്പെടുന്നത്. ഞാൻ മുഹമ്മദ് ആബിർ, കേരള യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ നിലവിലെ പ്രസിഡന്റാണ്. നമ്മൾ 2021 ആരംഭിച്ചതിന് ശേഷം ഒരുപാട് ടൂർണമെന്റുകൾ കേരള യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ കീഴിൽ നടത്തി വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ടൂർണമെന്റിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ ഒരു മെസ്സേജ് തരുന്നത്. നമ്മുടെ സ്ഥാപക ടീമുകളിലൊന്നായ ജർമ്മനിയിൽ നിന്നുള്ള കൊമ്പൻസ് എഫ് സി ഈ വർഷവും ഓഗസ്റ്റ്, അതായത് ഈ മാസം 18-ാം തീയതി ഒരു ഓൾ യൂറോപ്യൻ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നുണ്ട്. ഈ വർഷം എന്നല്ല, അവരെല്ലാ വർഷവും നടത്തി വരുന്ന ടൂർണമെന്റ് തന്നെയാണ്. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അരുൺ സണ്ണി, അവരുടെ തന്നെ ഒരു നെടുന്തൂണായിരുന്ന, അല്ലെങ്കിൽ അവരുടെ ടീമിലെ തന്നെ ഒരു പ്രധാന പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാം. അതിലുപരി അതിന്റെ ഒരു പ്രധാന ഭാഗം തന്നെ ആയിരുന്ന അരുൺ സണ്ണിയുടെ പേരിൽ അവന്റെ കൊമ്പൻസ് എഫ് സി ഈ മാസം 18-ാം തീയതി നടത്തുന്നത്. പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതിലുപരി അവർക്ക് എല്ലാവിധ ആശംസകളും ഈ ടൂർണമെന്റിന് ഞാൻ നേരുന്നു. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജോർജ് വിജയിക്ക്. ഞാൻ സി കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറാണ്. കൊമ്പൻസ് എഫ് സിയുടെ പുതിയ ടൂർണമെന്റിലേക്കുള്ള ഡീറ്റെയിൽസിന് നമുക്ക് അറിയുന്നു. അപ്പോൾ നമ്മൾ സി കൺസൾട്ടൻസ് എന്ന് പറയുന്നത് ലീഡിംഗ് കൺസൾട്ടൻസിയാണ്. നമ്മൾ നഴ്സസ് റിക്രൂട്ട്മെന്റ്, അതുപോലെ സ്റ്റഡി അബ്രോഡ്, ഹോസ്പിറ്റലിംഗ് പ്രോഗ്രാംസ് എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് നമ്മുടെ ബ്രാഞ്ചസ് ഉള്ളത് കോട്ടയം, ബാംഗ്ലൂർ, ഡൽഹി ആൻഡ് ജർമ്മനിയിലാണ്. ഓക്കെ, അപ്പം കൊമ്പൻസ് എഫ് സിയുടെ നെക്സ്റ്റ് ടൂർണമെന്റ് നമുക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായുള്ള എല്ലാ അതിന്റെ പ്രവർത്തകർക്കും സി കൺസൾട്ടൻസിന്റെ മുഖാന്തരം നന്ദി അറിയിക്കുന്നു. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഹായ്, ഞാൻ ജിനി, മാതാ സ്റ്റോഴ്സ് ജർമ്മനിയുടെ മാർക്കറ്റിംഗ് ടീം ലീഡാണ്. ജർമ്മനിയിൽ പുതിയതായി ആരംഭിച്ചിരിക്കുന്ന ഒരു ഓൺലൈൻ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറാണ് മാതാ സ്റ്റോഴ്സ്.
ഒട്ടുമിക്ക എല്ലാ ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസും മാതയിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി ഡെയിലി ഡിലൈറ്റ്സിൻ്റെ പ്രോഡക്ട്സ്, പെരിയാറ്, അതുപോലെ തന്നെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ പ്രോഡക്ട്സ്. ബെർലിൻ കസ്റ്റമേഴ്സിന് നമ്മൾ സെയിം ഡേ ഡെലിവറി അഷ്വറും ചെയ്യുന്നതാണ്. ഓഗസ്റ്റ് 18 നടക്കാൻ പോകുന്ന അരുൺ സണ്ണി ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന 16 ടീം അംഗങ്ങൾക്കും മാതാ സ്റ്റോഴ്സിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം മാതാ സ്റ്റോഴ്സിന് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തതായി നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടെ കാത്തിരുന്ന ഗ്രൂപ്പ് സ്റ്റേജ് ഡ്രോയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കിടക്കുന്നതിന് മുന്നേ ഞാൻ ഈ ഡ്രോയിനെ പറ്റി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് ഒരു എക്സൽ ഓട്ടോമേഷനിലൂടെയാണ് ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് ടീംസിനെ അലോട്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്ന 13 ടീംസിനെ കാണാൻ പറ്റും. നടുക്ക് ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പിലോട്ടാണ് ആ ടീം അലോട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. നടുക്കുള്ള ഒരു ബട്ടണിലൂടെ ആയിരിക്കും നമ്മൾ ആ ടീമിനെ അലോട്ട് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊമ്പൻസ് എഫ് സിയിലെ 3 ടീംസിനെ നമ്മൾ ഗ്രൂപ്പ് എയിലേക്കും സിയിലേക്കും ഡിയിലേക്കും അലോട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു സാമ്പിൾ ഇപ്പോൾ കാണിക്കുന്നതായിരിക്കും. ഫസ്റ്റിലേക്ക് ആസ് യു ക്യാൻ സി ഗ്രൂപ്പ് ബിയിലേക്ക് നമ്മളൊരു ടീമിനെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ബി സെലക്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ടീമിനെ ഇപ്പോൾ പിക്ക് ചെയ്യാന് അപ്പോൾ സാമ്പിളാണ്. പിക്ക് ചെയ്ത ടീം എന്ന് പറയുന്നത് മലബാർ ഗണേഴ്സ് എഫ് സി ആണ്. അപ്പോൾ മലബാർ ഗണേഴ്സ് എഫ് സിനെ നമ്മൾ ഗ്രൂപ്പ് ബിയിലേക്ക് അലോട്ട് ചെയ്തായിരിക്കും. ഒരു സാമ്പിളും കൂടെ നമുക്ക് കാണിക്കാം. മേ ബി കൻ സെലക്ട് ഗ്രൂപ്പ് സി. ടീം will be picked now. So group C like a sample. This is a sample, okay? Pick the team on Auto FC B team. Okay, so we'll start now with the official allotment of group. First we'll start with group B. Group B la first team member will be Sporting Smalus FC. So Sporting Smalus FC is allotted to group B. So the next group is group A. So the group A already has Compens FC Germany. Group A ile second member ആരാണെന്നാണ് നമ്മളിപ്പോൾ അറിയാൻ പോകുന്നത്. So the second member of group A is Wittnaus FC. Wittnaus FC ബെർലിനിലുള്ള തന്നെ ടീം തന്നെയാണ്. So അവരാണ് ഗ്രൂപ്പ് എയിലെ സെക്കൻഡ് മെമ്പർ. So the next team is group B, and the team which goes to group B is Monsoon FC. Monsoon FC is also part of Berlin. They have recently started their journey. So, heartily welcome into our group stage. So, the next is Group C. Group C, the team allotted is Auto FC. Auto FC's A team is allotted to the Group C as second member. At the Group D, Group D le member Dresden Drifters FC. Good. അടുത്തത് ഓക്കെ, നമ്മൾ നേരത്തെ അറിയിച്ചതുപോലെ സെയിം ടീമിൻ്റെ 2 മെമ്പേഴ്സിനെ സെയിം ഗ്രൂപ്പിലോട്ട് വരില്ല. സോ ഇഫ് ഓട്ടോ എഫ് സി ബി ഈസ് automatically allocated to group C, then we will redo the allotting once more so that it will be allotted to some other group. Similar happens will be for the Monsoon FC and Malabar Gunners FC. Okay, so let's start with group A. Cottbus FC. So Cottbus FC is now allotted to group A. So group B is Piper FC from Poland. It's allotted to group B. Group C, Ena Minnels, നമ്മുടെ സ്വന്തം എനായാണ് ഗ്രൂപ്പ് സിയിലേക്ക് വന്നത്. ഓൾ ദി ബെസ്റ്റ്. സോ ഗ്രൂപ്പ് ഡി, ഓട്ടോ എഫ് സി ബി ടീം. Yeah, there is no clash. So it will be okay.
Perfect. So, the last members. Group A. Hamburg Blasters FC is allotted to Group A. Group B is Minel Bayern FC is allocated to Group B. Group C, Stuttgart Indian FC is allocated to Group C. And Group D, Malabar Gunners FC. So, ഇതാണ് നിങ്ങൾ കാണുന്ന പോലെ സ്ക്രീനിൽ കാണുന്ന പോലെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ് എ, I'll repeat, Kombens FC Germany, Wittnaus FC, Cottbus FC and Hamburg Blasters FC. Group B, Sporting Malus FC, Monsoon FC, Pipo FC Poland, Minnel Bayern. ഗ്രൂപ്പ് സിയിൽ വന്നിരിക്കുന്നത് കൊമ്പൻസ് എഫ് സി ബെർലിൻ, ഓട്ടോ എഫ് സിയുടെ എ ടീം, പിന്നെ യന മിന്നൽസ്, പിന്നെ സ്റ്റുട്ട്ഗാർഡ് ഇന്ത്യൻസ് എഫ് സി. Group D, Dresden Rifters FC, Otto FC B, Malabar Gunners FC and Kombens FC Premium. So, നിങ്ങൾക്ക് അറിയുന്ന പോലെ 18th നമ്മൾ ടൂർണമെന്റ്. സോ we heartily welcome you all to the Kombens FC tournament conducted by Kombens FC in association with KCAB Berlin. So പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീമിനും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഓൾ ദി ബെസ്റ്റ്. Thanks for joining this Insta Live. Thank you. See you on August 18th.